ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ബേസിക്സിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ മെമ്മറി ഓർഗനൈസേഷൻ ആൻഡ് ബാക്കപ്പ് ഡിവൈസസ്. ആൻഡ് ഇതിന് മുന്നേ ഉള്ള ടോപ്പിക്സൊക്കെ കമ്പ്യൂട്ടർ ബേസിക്സിലുള്ള ടോപ്പിക്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് അത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇതിൽ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയാണ്. റാം, റോം, ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ മെമ്മറി ഓർഗനൈസേഷനിൽ മെമ്മറി ഹൈറാർക്കിയാണ് പറയുന്നത്. ദെൻ ബാക്കപ്പ് ഡിവൈസസിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മെമ്മറി എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ മെമ്മറീനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. മെമ്മറീസ് എല്ലാം തന്നെ നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ചിലതിൽ നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചില ഡിവൈസസിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ മെമ്മറീനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെമ്മറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഇനി പ്രൈമറി മെമ്മറി എടുക്കുകയാണെങ്കിൽ അതിനെ എഗെയിൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റാം ആൻഡ് റോം. റാം ഇസ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റോം ഇസ് റീഡ് ഓൺലി മെമ്മറി. ഇങ്ങനെ പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പായിട്ടാണ് ഉള്ളത്. ഇതിൽ റാം നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എസ് റാം ആൻഡ് ഡി റാം. എസ് റാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാം ആണ് ആൻഡ് ഡി റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാം ആണ്. ഇതിൻ്റെ ഡിഫറൻസ് പഠിച്ചു വയ്ക്കണം, ഇത് എക്സാമിന് ചോദിക്കാനും ചാൻസ് ഉണ്ട്. എസ് റാമിൽ നമുക്ക് മെമ്മറി സെൽസ് കുറവായിരിക്കും, പിന്നെ ഇതിൻ്റെ ആക്സസ് ടൈമും കുറവാണ് എസ് റാമിന്. ദെൻ എസ് റാം നമ്മൾ ചെയ്തേക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഒരു ബിറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ എസ് റാമിൽ നമുക്ക് റിഫ്രഷ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇതാണ് എസ് റാമിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഡി റാം എടുക്കുകയാണെങ്കിൽ ഡി റാമിൽ കൂടുതൽ മെമ്മറി സെൽസ് ഉണ്ട്. ആസ് കമ്പയർഡ് ടു എസ് റാം ഡി റാമിൽ മെമ്മറി സെൽസ് കൂടുതലാണ്. പിന്നെ ആക്സസ് ടൈമും എസ് റാമിനേക്കാളും കൂടുതലാണ് ഡി റാമിന്. ആൻഡ് ഡി റാമിൽ നമ്മൾ കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ചാർജിൻ്റെ ഫോമിലായിരിക്കും. അപ്പോൾ ചാർജ് ലീക്കായാൽ നമ്മുടെ ഡേറ്റാസ് എല്ലാം ലൂസ് ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യണം. ആ റിഫ്രഷ്മെൻറ്റിൻ്റെ ടൈമാണ് 64 മില്ലി സെക്കൻഡ്സ്. അപ്പോൾ 64 മില്ലി സെക്കൻഡ്സ് വൺസ് നമ്മൾ ഡി റാമിനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഡേറ്റ ലോസ് ആവും. പിന്നെ ആസ് കമ്പയർഡ് ടു എസ് റാം ഡി റാമിൻ്റെ കോസ്റ്റ് കുറച്ച് കുറവാണ്. ഇതാണ് ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ്. ഇനി വരുന്നതാണ് റോം, റീഡ് ഓൺലി മെമ്മറി. ആൻഡ് ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. മാസ്ക്ഡ് റോം, പി റോം, ഇ പ്രോം, ഇ പ്രോം. പിന്നെ ഇ പ്രോമിൻ്റെ ഒരു ടൈപ്പാണ് ഫ്ലാഷ് റോം. ഓക്കെ, ഫസ്റ്റ് മാസ്ക്ഡ് റോം നോക്കാം. മാസ്ക്ഡ് റോം മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെ ആ മെമ്മറിയിലുള്ള കണ്ടൻറ്റ് എല്ലാം റൈറ്റ് ചെയ്ത് വയ്ക്കും. അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇറേസ് ചെയ്യാനും പറ്റത്തില്ല. അതാണ് മാസ്ക്ഡ് റോം. മാസ്ക്ഡ് റോമിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ ആ മെമ്മറിയിലെ കണ്ടൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതി വയ്ക്കും. സെക്കൻഡ് വണ്ണാണ് പി റോം. പി റോമിൻ്റെ ഫുൾ ഫോമാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതിൽ നമുക്ക് ഇനീഷ്യലി മെമ്മറി ബ്ലാങ്ക് ആയിരിക്കും, അതിൽ നമുക്ക് കണ്ടൻസ് എഴുതാൻ പറ്റും, പക്ഷേ ഒരു ടൈമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. എഴുതിയാൽ അതിനെ ഇറേസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പി റോം. ഇനിയുള്ളത് ഇ പ്രോം. ഇ പ്രോം ഇസ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അതിനെ ഇറേസും ചെയ്യാം. ഇതിൽ ഇറേസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് UV റേഡിയേഷൻസ്. UV റേഡിയേഷൻസ് വെച്ചിട്ട് നമുക്കിതിൽ കണ്ടൻസ് ഇറേസ് ചെയ്യാനും പറ്റും, പിന്നെ റീപ്രോഗ്രാം ചെയ്യാനും പറ്റും. ഇനിയുള്ളതാണ് ഇ പ്രോം. ഇ പ്രോം ഇസ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇതിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് ഇറേസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റീപ്രോഗ്രാമും ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലാഷ് റോം എന്ന് പറയുന്നത് ഈ പ്രോമിൻ്റെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൈമറി മെമ്മറി. ഇനി ക്യാഷ് മെമ്മറി ഒരു ചെറിയ കോൺസെപ്റ്റ് കൂടിയുണ്ട്. അത് ഓൾറെഡി ഐ തിങ്ക് കമ്പ്യൂട്ടർ ബേസിക്സ് വീഡിയോ 1 or 2 ഷെയർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഷെയർ ആക്കി. ഇപ്പോൾ ക്യാഷ് മെമ്മറിയുടെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ നോർമലി കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ ഇത് CPU ആയിട്ട് വയ്ക്കാം, ഇതിന് റാം ആയിട്ട് വയ്ക്കാം. അപ്പോൾ CPU-ന് എന്തെങ്കിലും ഡേറ്റ ആവശ്യം വരുമ്പോൾ CPU ഡയറക്റ്റ്ലി പോകുന്നത് റാമിലോട്ടാണ്. അപ്പോൾ ഇത് CPU-ൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും, റാമിൻ്റെ സ്പീഡ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പോൾ CPU എന്തെങ്കിലും ഡേറ്റ ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ റാം അതിന് ആ ഒരു റിക്വസ്റ്റ് എടുത്ത് പ്രോസസ്സ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് CPU-ലോട്ട് റെസ്പോൺസ് കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കും.
അപ്പോൾ അത്രയും നേരം സി പി യു അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ സി പി യുടെ വെയിറ്റിംഗ് ടൈം കൂടുവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സി പി യുടെ എഫിഷ്യൻസി കുറയും. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റാണ് ക്യാഷ് മെമ്മറി. ഈ ക്യാഷ് മെമ്മറി നമ്മൾ സി പി യുക്കും റാമിനും നടുക്കാണ് വെക്കുന്നത്. ആൻഡ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് സ്മോൾ ബട്ട് ഹൈ സ്പീഡ് മെമ്മറിയാണ്. സ്മോളർ ആയിരിക്കും ബട്ട് സ്പീഡ് ഹൈ ആയിരിക്കും ആസ് കമ്പയർഡ് ടു റാം. അപ്പോൾ ഈ ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഓർ റീസെൻ്റ്ലി ആക്സസ് ചെയ്ത ഡേറ്റാസ് എല്ലാം ഈ ക്യാഷ് മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സി പി യുവിന് എന്തെങ്കിലും വേണമെങ്കിൽ സി പി യു ഡയറക്റ്റ്ലി ക്യാഷ് മെമ്മറിയിലോട്ട് ചോദിക്കും. ക്യാഷ് മെമ്മറിയിൽ ആ ഡേറ്റ ഉണ്ടെങ്കിൽ ക്യാഷ് മെമ്മറി പെട്ടെന്ന് അതിനടുത്ത് സി പി യുയിലോട്ട് കൊടുക്കും. ക്യാഷ് മെമ്മറിയിൽ ഇല്ല എങ്കിൽ ക്യാഷ് മെമ്മറി റാമിലോട്ട് റിക്വസ്റ്റ് കൊടുക്കും. റാം ക്യാഷ് മെമ്മറിക്ക് കൊടുക്കും. റാം ക്യാഷ് മെമ്മറിക്ക് കൊടുക്കുന്ന ഡേറ്റ ക്യാഷ് മെമ്മറി അതിൻ്റെ ഒരു പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനടുത്ത് സി പി യുക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് ക്യാഷ് മെമ്മറി. സ്മോൾ ബട്ട് വെരി ഹൈ സ്പീഡ് മെമ്മറി പ്ലേസ്ഡ് ബിറ്റ്വീൻ സി പി യു ആൻഡ് റാം. ആൻഡ് അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ സ്പീഡ് ആസ് കമ്പയർഡ് ടു റാം ക്യാഷ് മെമ്മറിക്ക് സ്പീഡ് കൂടുതലാണ്. ബട്ട് ആസ് കമ്പയർഡ് ടു രജിസ്റ്റേഴ്സ് ക്യാഷ് മെമ്മറിയുടെ സ്പീഡ് കുറവാണ്. രജിസ്റ്റേഴ്സ് ആണ് സി പി യുയിൽ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ഡിവൈസസ്. ഇനിയുള്ളത് സെക്കൻഡറി മെമ്മറിയാണ്. ആൻഡ് ഇതിൻ്റെ നോട്ട്സ് എൻ്റെ പി ഡി എഫിലുള്ള ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സോ പറ്റുവാണെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും പേപ്പേഴ്സിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഉള്ളതാണ് സെക്കൻഡറി ഡിവൈസസ്. സെക്കൻഡറി ഡിവൈസസിനെ നമ്മൾ ബാക്കപ്പ് ഡിവൈസസ് എന്ന് പറയും. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസ് പെർമനൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആദ്യം ഈ ഫ്ലോ ചാർട്ടിൽ കൊടുത്തേക്കുന്നത്. മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഒപ്റ്റിക്കൽ ഡിവൈസസ്, മെമ്മറി കാർഡ്, പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, USB ഫ്ലാഷ് ഡ്രൈവ് എക്സെട്ര. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഒരു ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറിയാണ്. ആൻഡ് ഇതിൽ നമുക്ക് ഡേറ്റാസിനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ഡിവൈസസിൽ നമ്മൾ ഡേറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഇതിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഒരു സ്പിന്നിങ് ഡിസ്ക് കാണും, അതിൻ്റെ പേര് പ്ലാറ്റർ ആണ്. പിന്നെ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് കാണും, അതെപ്പോഴും ഈ ഡിസ്കിൻ്റെ മേലിൽ ഇങ്ങനെ ഫ്ലോട്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് അത് വെച്ചിട്ടാണ് നമ്മൾ സീറോസ് ആൻഡ് വൺസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സീറോസ് ആൻഡ് വൺസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കപ്പാസിറ്റി ലാർജാണ്. 500 GB ടു 10 TB വരെ ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ സ്ലോവർ ആണ്. SSD ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ലോവർ ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ആൻഡ് ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതൊക്കെ. ഇനി സെക്കൻഡ് വൺ ആണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്. ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിൽ നമ്മൾ പിറ്റ്സ് ആൻഡ് ലാൻസ് ആയിട്ടാണ് ഈ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഡിസ്കിൻ്റെ സർഫേസും പിറ്റ്സ് ആൻഡ് ലാൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പിറ്റ്സ് എന്ന് പറയുന്നത് 0ഉം ലാൻഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലേസർ ബീം വെച്ചിട്ടാണ് ഈ പിറ്റ്സ് ഒക്കെ റീഡ് ചെയ്തെടുക്കുന്നത്. പിറ്റിൻ്റെ വാല്യൂ 0, ലാൻഡിൻ്റെ വാല്യൂ 1. ഈ ലേസർ പിറ്റ്സ് ആൻഡ് ലാൻസിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സർഫസ് ടൈപ്പ് ബേസ് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സെൻസേഴ്സ് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. ആൻഡ് ഇത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, ലെയേർഡ് വിത്ത് അലുമിനിയം ഓർ ഗോൾഡ് കോട്ടിംഗ്. ആൻഡ് ഡേറ്റ എല്ലാം നമ്മൾ ഇതിൽ ബേൺ ആണ് ചെയ്യുന്നത്. ഡേറ്റ ഈസ് ബേൺഡ് ഓൺ ടു ദ ഡിസ്ക് യൂസിങ് എ ഹൈ പവേർഡ് ലേസർ ഡ്യൂറിങ് റൈറ്റിംഗ്. പിന്നെ പോർട്ടബിൾ ആണ്, ചീപ്പ് റേറ്റ് ആണ്, ബട്ട് ഇതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിന് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ CD, DVD, ബ്ലൂറേ ഡിസ്ക് ഇതൊക്കെ ഉണ്ട്. CDയിൽ നമുക്ക് മാക്സിമം കപ്പാസിറ്റി 700 MB ആണ്. DVD ആണെങ്കിൽ 4.7 GB ആൻഡ് ബ്ലൂറേ ആണെങ്കിൽ 25 GB. പിന്നെ ഇത് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മീഡിയ ഡിസ്ട്രിബ്യൂഷൻ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയുള്ളതാണ് ഫ്ലാഷ് മെമ്മറി ഡിവൈസസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, USB മെമ്മറി കാർഡ്, ഇതൊക്കെ. ഇതിൽ നമ്മൾ ഡേറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ് വെച്ചിട്ടാണ്. ആൻഡ് അതിൽ ഇലക്ട്രോൺസൊക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ മൂവിങ് പാർട്സ് ഒന്നുമില്ല. വേറെ മാഗ്നറ്റിക് ഡിവൈസസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അതിൽ മൂവിങ് പാർട്സ് ഒക്കെ ഉണ്ട്, ബട്ട് ഇതിൽ മൂവിങ് പാർട്സ് ഒന്നുമില്ല. ആൻഡ് ഇത് NAND ഫ്ലാഷ് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. ആൻഡ് ബിറ്റ്സ് എല്ലാം ചാർജസ് ആയിട്ടാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തേക്കുന്നത്. റീഡ് ആൻഡ് റൈറ്റ് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ഡ്യൂറബിൾ ആണ്, ഷോക്ക് റെസിസ്റ്റൻ്റ് ഉണ്ട്, ബട്ട് മോർ എക്സ്പെൻസീവ് ആണ് ആസ് കമ്പയർഡ് ടു HDD.
ഇനിയുള്ളതാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസ്. ഇതുവരെ കണ്ടതിൽ നമുക്ക് ഇൻബിൽഡ് ആയിരിക്കും, ഇൻറ്റേർണൽ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഇനിയുള്ളത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണലിൽ എക്സ്റ്റേണൽ HDD ഉണ്ട്, എക്സ്റ്റേണൽ SSD ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ USB ഡിവൈസസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇതിനു മുന്നേ നോക്കിയ ആ ഡിവൈസസ് പോലെ തന്നെയാണ്, ബട്ട് കമ്പ്യൂട്ടറിൻ്റെ പുറത്തായിരിക്കും എക്സ്റ്റേണലി ഒരു സെപ്പറേറ്റ് പാർട്ടായിരിക്കും. അത് നമ്മൾ USB ഒക്കെ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി, മോഡേൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് എക്സെട്ര. ആൻഡ് ഇതിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ റിമോട്ട്ലി സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആൻഡ് ഇതിനെ മാനേജ് ചെയ്യുന്നത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഇത് നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലൈക്ക് യൂസിങ് ആപ്സ് അല്ലെങ്കിൽ ബ്രൗസേഴ്സ് വെച്ചിട്ട് എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, ബട്ട് ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കപ്പ് ഡിവൈസസ് ആൻഡ് കമ്പ്യൂട്ടർ മെമ്മറി. ഇനി ഇതിലുള്ള ഒരു ചെറിയ കോൺസെപ്റ്റാണ് മെമ്മറി ഹൈറാർക്കി, അതും കൂടി നോക്കാം. മെമ്മറി ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിലുള്ളത് CPU രജിസ്റ്റേഴ്സ് ആണ്. CPU രജിസ്റ്റേഴ്സ് ആണ് ഹൈ സ്പീഡ് മെമ്മറി. സെക്കൻഡിലുള്ളതാണ് ക്യാഷ് മെമ്മറി, അതിൽ SRAM ആണ് വരുന്നത്. തേർഡിലുള്ളത് മെയിൻ മെമ്മറി, അതിൽ DRAM ആണ്. പിന്നെ മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ്, ഇതൊക്കെ. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് CPU രജിസ്റ്റേഴ്സ്, സെക്കൻഡിലുള്ളത് ക്യാഷ് മെമ്മറി, തേർഡിലുള്ളത് മെയിൻ മെമ്മറി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സെക്കൻഡറി ഡിവൈസസ് ഒക്കെ വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പിലുള്ളതിൻ്റെ സൈസ് കുറവായിരിക്കും, സൈസ് ലെസ്സർ ആയിരിക്കും, ബട്ട് സ്പീഡ് കൂടുതലായിരിക്കും ആൻഡ് കോസ്റ്റും കൂടുതലായിരിക്കും. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും ലാസ്റ്റുള്ള ഡിവൈസിന് സ്പീഡ് കുറവായിരിക്കും, ലാർജ് സ്റ്റോറേജ് ആയിരിക്കും ആൻഡ് കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ സൈസ് കൂടും ആൻഡ് ആക്സസ് ടൈമും കൂടും. അതായത് സ്ലോവർ ആയിരിക്കും, സൈസ് കൂടും ബട്ട് സ്ലോവർ ആയിരിക്കും. ആൻഡ് ബോട്ടം ടു ടോപ്പ് പോകുമ്പോൾ കോസ്റ്റ് കൂടും, കോസ്റ്റ് പെർ ബിറ്റ് ഇൻക്രീസസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. ഇതാണ് മെമ്മറി ഹൈറാർക്കി. ഇതിൽ ഫസ്റ്റിലുള്ളത് രജിസ്റ്റർ, സെക്കൻഡ് ക്യാഷ് മെമ്മറി, തേർഡ് മെയിൻ മെമ്മറി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടെ നമ്മളുടെ കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ ടോപ്പിക് ഓവറാണ്. സമയം കിട്ടുവാണെങ്കിൽ ബാക്കി ടോപ്പിക്സും കൂടി അപ്ലോഡ് ചെയ്യാം. താങ്ക്